ഹായ്. ഇന്ന് നമുക്ക് കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ? നമ്മളെ നാട്ടിൽ ഇതിന് വയനയിലപ്പം എന്നാണ് പറയുന്നത്. അതിലാദ്യം വേണ്ടത് കുറച്ച് ശർക്കര അലിയിച്ച് എടുത്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ട് 1 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് അത് വീണ്ടും ഒന്ന് ചൂടാക്കി അതൊന്ന് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി അതിലേക്ക് ചേർക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ തേങ്ങ തിരുവിയതിടുക. തേങ്ങ എത്ര ചേർത്താലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ചേർത്ത് നമുക്കൊരു 4 ചെറിയ പഴം മിക്സിയുടെ ജാറിലേക്കൊന്ന് അടിച്ചെടുക്കണം. പാളയംകോടൻ പഴമാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. അതൊന്ന് അടിച്ച് ഇതുപോലെ അരച്ചെടുത്ത് അതും കൂടെ ശർക്കര പാനിയിലേക്ക് ചേർത്ത് ഒന്ന് കുറുക്കണം. അത് ഒന്ന് കുറുക്കി വരുന്ന സമയത്തേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി കുറേശ്ശെയായി അതിലേക്കിട്ട് കൈവിടാതെ ഇളക്കി ഭയങ്കരമായിട്ട് തിക്കാവാതെ കുറച്ച് അയഞ്ഞ പരുവത്തിൽ ഇളക്കണം. നന്നായിട്ട് മിക്സാക്കി അതിൽ ചേർക്കുക. അത് കൈവിടാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ മാവ് അവിടെ കട്ടിയാവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആ ഒരു അയഞ്ഞ പരുവത്തിലാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് വയനയില എടുത്തിട്ട് ഒരു പച്ച ഇറുക്കിലെടുത്തിട്ട് ഇതുപോലെ കുമ്പിൾ കൂട്ടി ഒരു തുമ്പും ഇങ്ങനെ ബാക്കി വരാൻ പാകത്തിന് വെച്ചിട്ട് നമ്മുടെ മാവ് കുറേശ്ശെ അതിലേക്കായി നിറച്ചിട്ട് മറു തുമ്പ് കൊണ്ട് ഇതുപോലെ മൂടി വയ്ക്കാം. അങ്ങനെ എല്ലാ ഇലകളിലും മാവ് നിറച്ചിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ കോരി വെച്ച് ആവിയേറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളെ ഈ കുമ്പിളപ്പം അല്ലെങ്കിൽ വയനയിലപ്പം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ രുചികരമാണ്, വളരെ സോഫ്റ്റുമാണ്. ട്രൈ